ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ഡുഡൂസിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞതിലിട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. നവംബർ 15-നാണ് അവളുടെ ബർത്ത്ഡേ. ശരിക്കും 1 മന്ത് ആകാൻ പോകുന്ന എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ചൊന്ന് താമസിച്ചു. അപ്പോൾ രാവിലെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ അതേ ചേട്ടൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് നിന്നു. ഞാനപ്പോൾ കുളിക്കാൻ പോകുന്നുള്ളൂ. അനുഭവം ഒന്ന് കഴിച്ചേക്കാന്ന് വെച്ചപ്പോൾ ദോശയും ഇഡലിയൊക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റെഡിയായിട്ട് നേരെ ഡുണ്ടുവിൻ്റെ സ്കൂളിലാണ് പോയത്. അവൾക്ക് സ്കൂളിൽ മിഠായിയൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇതാണ് ഡുണ്ടുവിൻ്റെ സ്കൂള്. നമ്മൾ അയ്യോ അവൾ ഉറങ്ങി. അത് ചെറിയൊരു കുഴപ്പമില്ല, എന്നാലും ഒന്ന് ആവി പിടിപ്പിച്ചേക്കാന്ന് വിചാരിച്ച്. അപ്പോൾ അവരിവിടെ മിഠായി കൊടുക്കും. അപ്പോൾ നമ്മൾ അപ്പോഴേക്കും പോയി ആവി പിടിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ വന്നത് വൈദ്യരത്നം ആയുർവേദ ഹോസ്പിറ്റലാണ്. ചേച്ചിയുടെ വീടിനടുത്താണ് ഹോസ്പിറ്റലും അവരുടെ കോളേജും പിന്നെ ഇവരുടെ മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയും ഒക്കെ. തിരിച്ച് കാറ്റടിയും കൊണ്ട് പോകേണ്ടതല്ലേ, ജസ്റ്റ് ഒന്ന് ആവി പിടിപ്പിച്ചേക്കാന്ന് കരുതി വന്നതാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞവർക്ക് അങ്ങനെ ആവി പിടിക്കാനുള്ള ജലദോഷമോ കഫമൊന്നും ഇല്ലാണ്ട് ആവി പിടിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്നീസിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ കൊടുക്കാനായിട്ട് ചെറിയൊരു ഗുളികയൊക്കെ തന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഡുണ്ടുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വീട്ടിലോട്ട് പോയി. അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ. ഇപ്പോൾ ഡെക്കറേഷൻ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ അധികം ആരെയൊന്നും വിളിച്ചിട്ടില്ല. ചേച്ചിയുടെ 1-2 ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ അടുത്തുള്ള 2-3 ബന്ധുക്കൾ, അത്രയും പേരേ ഉള്ളൂ. അപ്പോൾ പിള്ളേരെയൊക്കെ അത് ബെഡിലേക്ക് കിടത്തി. അവരടുത്ത് കിടത്താൻ പറ്റത്തില്ല, അവൻ മാന്തു. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് കിടത്തിയത്. അവിടെ സൈഡിൽ ഇരിക്കുന്ന ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാണ് കേട്ടോ, മനീഷ ചേച്ചിയുടെ കൊച്ചാണ്. അപ്പോൾ അവരെല്ലാം അങ്ങനെ കളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഡുണ്ടുവിനെ ഒരുക്കാമെന്ന് വെച്ചു. അവൾക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ റിനീഷൻ്റെ പെങ്ങളും ഹസ്ബൻഡും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് റെനിത ചേച്ചി, റിനീഷൻ്റെ സിസ്റ്ററാണ്. ഞാൻ റെനിത ചേച്ചിയോട് പറയായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ ഇടും എല്ലാവരും കാണണേന്ന്. പാവം ചേച്ചി കേട്ടോ, ഭയങ്കര പാവമാണ്. അങ്ങനെ ഡുണ്ടുവിനെ ഒരുക്കി നമ്മളത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഡുണ്ടുവിൻ്റെ 6ാമത്തെ ബർത്ത്ഡേ ആണ്. എത്ര പെട്ടെന്ന് വർഷങ്ങൾ പോകണം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അവൾ ജനിക്കുന്നത്. അവളുടെ ചെറുതിലെ കാര്യങ്ങളൊക്കെ സത്യമായിട്ട് ഞാൻ അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന. ചെറുതിലെ ഫോട്ടോയും ഞങ്ങൾ ഓരോ റീൽസൊക്കെ എടുത്തിട്ട് അപ്പോഴൊക്കെ ടിക്ടോക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഓരോ ടിക്ടോക്ക് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അതും ചെറുതിലെ മുഖമേ അല്ല, അവൾ വലുതായപ്പോൾ ഫേസിൻ്റെ ഷേപ്പും എല്ലാം മാറിപ്പോയി. കുട്ടികളൊക്കെ പെട്ടെന്ന് വലുതാവും. അപ്പോൾ പറ്റുന്നവരൊക്കെ ചെറുപ്പത്തിലുള്ള അവരുടെ കുറുമ്പുകളും അവരുടെ കുസൃതികളൊക്കെ വീഡിയോ ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ നല്ലൊരു മെമ്മറീസ് അല്ലേ. ചില വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തത് അപ്ലോഡ് ചെയ്യുന്നത് അതൊരു ഡോക്യുമെൻ്റ് പോലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തു നോക്കുമ്പോൾ കാണാനും ആ ഒരു മെമ്മറീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വാഞ്ചോ ആയിരുന്നു കേക്ക് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കേക്കായിരുന്നു. ഡുണ്ടുവിൻ്റെ മിക്ക ബർത്ത്ഡേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കും. കാരണം എനിക്കൊന്ന് 1-2 ബർത്ത്ഡേ മിസ് ചെയ്തിട്ടുള്ളൂ ഇതിനിടയ്ക്ക്. അല്ലാതെ മിക്ക ബർത്ത്ഡേക്ക് നമ്മൾ മാക്സിമം നമ്മൾ പോകാൻ ശ്രമിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ബർത്ത്ഡേക്ക് അങ്ങോട്ട് ചെല്ലുന്നത്. പിന്നെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ പിള്ളേരുടെയൊക്കെ എന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് അവർക്ക് ഭയങ്കര ത്രില്ലായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു മൊമെൻ്റ് അവരുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. കാരണം സർപ്രൈസസും ഗിഫ്റ്റും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് മാക്സിമം കളർഫുള്ളാക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കളർഫുള്ളാക്കാനായിട്ട് നോക്കുക. അവർക്ക് പിന്നീട് ചെറുപ്പത്തിലൊക്കെ ഓർക്കാൻ ഇതൊക്കെ കാണത്തുള്ളൂ. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. തൊട്ട് ഫ്രണ്ടിൽ തന്നെ റെയിൽവേ ട്രാക്കാണ്. ഇത് ഒരു റോഡാണ്. റോഡെന്ന് വെച്ചാൽ അങ്ങോട്ട് കുറച്ച് വീടുകളേ ഉള്ളൂ, അപ്പോൾ അവർക്കുള്ള ഒരു റോഡ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഗിഫ്റ്റ് ഹണ്ടായിരുന്നു. ഞാൻ ഡുണ്ടൂസിൻ്റെ 6th ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു 6 ഗിഫ്റ്റ് 6 സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഒരു വാച്ച്, ഒരു ചെറിയ ചോക്ലേറ്റ്, ഒരു ടോയ്, ഒരു പെയർ ഡ്രസ്സ്, അങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചെടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ, ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പോൾ അവളിതേ ഭയങ്കര ത്രില്ലിൽ ഭയങ്കര ആകാംക്ഷയോടുകൂടി ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് നോക്കുമായിരുന്നു. അവൾക്ക് സാധനങ്ങളൊക്കെ ഇഷ്ടമായപ്പോൾ കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം എടുത്തൊക്കെ വെച്ചു. അവളിങ്ങനെ എല്ലാം എടുത്തൊക്കെ വെക്കുന്നൊരു കൂട്ടത്തിലാണ്. അങ്ങനെ ഗിഫ്റ്റൊക്കെ നോക്കി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ബീഫും പോർക്കും ഒക്കെ ആയിരുന്നു സ്പെഷ്യൽ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നേരത്തെ പോകണമല്ലോ, ഒരുപാട് രാത്രിയാണെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി. ഒരു 4 മണിയായപ്പോൾ ഇറങ്ങി. ഇത് ഇച്ചിരി ടഫ് ടൈമാകട്ടോ. നമുക്ക് ഇറങ്ങാൻ നേരത്തെ ഒരു ഭയങ്കര വിഷമമാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മളെന്തായാലും ട്രെയിനിന് പോകണില്ല, ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ട്രെയിനിൽ പോകുന്നതായിരുന്നു കംഫർട്ട്. ഇപ്പോൾ ചേട്ടായി പറഞ്ഞു വേണ്ട, ഇനി റിസ്ക് എടുക്കണ്ട, നമുക്ക് ബസ്സിൽ തന്നെ പോകാമെന്ന്. അങ്ങനെ റിനീഷയുടെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 ബസ് പോയി, 2 ബസ്സിലും തിരക്കായതുകൊണ്ട് കയറിയില്ല. അങ്ങനെ ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊരു ബസ് വന്ന് നമ്മൾ കയറി. കുറച്ച് തിരക്കുണ്ടായിരുന്നു. എനിക്കും ചേട്ടായിക്ക് സീറ്റ് കിട്ടില്ല, ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയും കുഞ്ഞിനെ അവിടെ ഇരുത്തി.
ചാലക്കുടിയൊക്കെ ആയപ്പോൾ നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി. അത്യാവശ്യം കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അവൾ എനിക്ക് തോന്നുന്നു അടങ്ങി, അതുകൊണ്ടായിരിക്കും അവൾ അധികം അലമ്പില്ലായിരുന്നു. പിന്നെ ബസ്സിൽ കയറിയപ്പോൾ തന്നെ അവളങ്ങ് ഉറങ്ങിയായിരുന്നു. ഞാനെന്തോ ഭാഗ്യത്തിന് ഇങ്ങോട്ട് വന്നപ്പോൾ വൊമിറ്റ് ചെയ്തില്ല. ഞാൻ കാഴ്ചയൊക്കെ കണ്ട് കുഞ്ഞുമായിട്ടങ്ങ് ഇരിക്കുമായിരുന്നു. അമ്മ ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചപ്പോൾ അമ്മയ്ക്ക് നല്ല തലവേദനയൊക്കെ എടുക്കുന്നതിന് അമ്മ കിടക്കുമായിരുന്നു. അവൾ ചേട്ടായിട്ട് നല്ല കളിയുമൊക്കെ ആയിരുന്നു. ഇതുപോലെയുള്ള ട്രെയിനിലും അടങ്ങിയിരുന്നെങ്കിൽ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. എനിക്കൊന്ന് ട്രെയിനിലാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ സ്പീഡിലെത്തുന്നത്. അവിടെ ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് പയ്യെ വന്നത്, നല്ല ട്രാഫിക്കും ആയിരുന്നു. ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോൾ 9 മണി എന്തോ ആയി. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ബസ്സിലൊന്ന് ട്രാവൽ ചെയ്യുന്നത്. ഞാനും ചേട്ടായും ഞങ്ങളങ്ങനെ ബസ്സിൽ അങ്ങനെ അധികം ട്രാവൽ ചെയ്തിട്ടില്ല. അവൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ചേട്ടായിയായിട്ട് അങ്ങ് ഇരിക്കുമായിരുന്നു. ചേട്ടായി തന്നെ കേട്ടോ അവളെ ഹാൻഡിൽ ചെയ്ത്, ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ എടുക്കുമായിരുന്നു. ഒരു 9:30 ആയപ്പോൾ നമ്മൾ ആലപ്പി എത്തി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റാൻഡിൽ അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ചേട്ടായി പറഞ്ഞു, നീ ആദ്യം കഴിച്ചോ, കുഞ്ഞിനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്ന്. കേൾക്കേണ്ട താമസം ഞാൻ ആദ്യം കയറി കഴിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ചേട്ടായി ഫുഡ് കഴിച്ചു. അന്ന് ഏതൊരു മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സഞ്ജു സാംസൺ എന്തോ സെഞ്ചുറി അടിച്ചപ്പോൾ ചേട്ടായി അതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമായിരുന്നു. എനിക്കങ്ങനെ ക്രിക്കറ്റ് മാച്ചിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു 10:30 ആയപ്പോൾ നമ്മളിതേ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്